ഒന്ന് മാറി കൊടുക്കും വണ്ടി. കഴിഞ്ഞ 14 വർഷമായിട്ട് നീർച്ചയില്ലേന്. കാരണം 14 വർഷം മുമ്പ് വരെ വളരെ ജനകീയമായിട്ട് എല്ലാവരും ഒരു മതസൗഹാർദ്ദത്തോടു കൂടി നടത്തിയിരുന്ന ഒരു പരിപാടിയാണ് ഈ കൊണ്ടോട്ടി നീർച്ച. ഒരു കാലത്തുമില്ലാത്ത ഒരു ജനസമുദ്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ 14 കൊല്ലം മുമ്പ് നിർത്തിവെച്ചിട്ടുള്ള കൊണ്ടോട്ടി നേർച്ചയ്ക്ക് വീണ്ടും ഇന്ന് തുടക്കമായി. കൊടിയേറ്റായിരുന്നു ചങ്കൾ. അപ്പം ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയപ്പോൾ കണ്ട നന്മയുള്ള കാഴ്ച പറഞ്ഞാൽ ഈ കൊണ്ടോട്ടി നേർച്ച ഇവിടെ കൊണ്ടാടുന്നത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പ്രത്യേകിച്ച് ഈ ഒരു കൊണ്ടോട്ടി നേർച്ചയിൽ പങ്കെടുക്കാൻ വന്നവരാണ് ഈ റോഡൊക്കെ നിയന്ത്രിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരിക്കലും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഇല്ലാതെ എല്ലാ കൊല്ലവും, പിന്നെ കൊണ്ടോട്ടി നേർച്ചയെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, ഈ ഒരു ആംബുലൻസ് ഭയങ്കരമായിട്ട് ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ കൊടിവരവൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ വരുന്ന വഴിയായിരുന്നു. അപ്പോൾ ഫുൾ ബ്ലോക്കാണ് മോൾ ഭാഗത്ത്. അപ്പോൾ അതൊക്കെ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സജീവമായിട്ട് ഈ ഒരു കൊണ്ടോട്ടി നേർച്ച വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടോട്ടീൻ്റെ ഒരു ഉത്സവമാണ് ശരിക്കും. പക്ഷേ മലപ്പുറം ജില്ലയ്ക്കകത്തും പുറത്തു നിന്നൊക്കെ ആയിട്ട് ഒരുപാട് പേര് പങ്കെടുക്കുന്ന അതിഗംഭീരമായിട്ടുള്ള കൊണ്ടോട്ടി നേർച്ചൻ്റെ ഒരു വൈബ് വേറെ എന്നിട്ട് രണ്ടാമത്തെ ഒരു തിരിച്ചുവരവുണ്ടല്ലോ, അത് വേറെ ലെവലെന്ന് മക്കളെ. നമ്മളെ നാട് മൊത്തം കൊണ്ടോട്ടി നേർച്ച വീണ്ടും തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഏതായാലും കൊണ്ടോട്ടി നേർച്ചയെ കുറിച്ച് ചോദിക്കാൻ കൊണ്ടോട്ടിയിലെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള കലാ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന അബ്ബാസ് കണ്ടിട്ടോ. പ്രത്യേകിച്ച് മാപ്പിള കലാരംഗത്ത് 3 പതിറ്റാണ്ടിൻ്റെ പ്രവൃത്തി പരിചയമുള്ള മാപ്പിള കലാ ഗവേഷകൻ, മാപ്പിളപ്പാട്ട് നിരൂപകൻ, ഗായകൻ, അങ്ങനെ കലാ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മളെ അബ്ബാസ് കയോട് അങ്ങോട്ട് ചോദിക്കാം. മൂപ്പർക്ക് കൃത്യമായിട്ട് ഇങ്ങളിലേക്കൊരു വിവരണം തരാൻ പറ്റും. വളരെയധികം സന്തോഷം. കഴിഞ്ഞ 14 വർഷമായിട്ട് നീർച്ചയില്ലേന്. കാരണം 14 വർഷം മുമ്പ് വരെ വളരെ ജനകീയമായിട്ട് എല്ലാവരും ഒരു മതസൗഹാർദ്ദത്തോടു കൂടി നടത്തിയിരുന്ന ഒരു പരിപാടിയാണ് ഈ കൊണ്ടോട്ടി നീർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെറിയ സ്ഥാനീയ തർക്കത്തിൻ്റെ പേരിൽ അത് നിലച്ചു പോയതാണ്. ഏതായാലും തങ്ങന്മാരുടെ കുടുംബവും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നായകന്മാരൊക്കെ കൂടിയിട്ട് ഇത്തവണ നീർച്ച പൂർവാധിക ശക്തിയോട് കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇന്നത്തെ കൊടികയറ്റം ഉണ്ടായത്. ഒരു കാലത്തുമില്ലാത്ത ഒരു ജനസമുദ്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാം കണ്ടു. അപ്പം ഇനി കറക്റ്റ് ഏകദേശം ഒരു മെയ് 11 ഒക്കെ ആയിട്ട് നീർച്ച തുടങ്ങും. മെയ് 11, ഒരു മാസം കഴിഞ്ഞാൽ നീർച്ച തുടങ്ങും. ഇപ്പം ഇന്ന് കൊടി കയറ്റി, മെയ് 11 തുടങ്ങും. മെയ് 11 തുടങ്ങും. ഒരു മാസം കഴിഞ്ഞ് കറക്റ്റ് ഒരു മാസം. അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം ഉണ്ടാവും? അത് 4 ദിവസം ഉണ്ടാവും. ഫസ്റ്റ് തോക്കെടുപ്പാണ്. അതും വലിയ ചരിത്രമുണ്ട് അവിടെ. കൊണ്ടോട്ടിക്കാരും പാറനമ്പിയുടെ ആളുകളും ഇവിടെ യുദ്ധം നടന്നിരുന്നു, ഒരു സമരം. അതിൽ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഫൈറ്റ് നടന്നു. അവസാനം പാർലമെൻറ്റിൻ്റെ ആളുകൾ തോറ്റ് ഓടിപ്പോവുക ചെയ്യുന്നത്. അപ്പോൾ അവർ ഇട്ടേച്ച് പോയ തോക്കാണത്. ഒരു 3 തോക്കുണ്ടായിരുന്നത്. അത് പിന്നെ കളക്ടർ അങ്ങോട്ട് കളക്ടറേറ്റ് കൊണ്ടുവച്ചു. അങ്ങനെയാണത്. പിന്നെ അത് ആ സമയമാകുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യാം. ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് അന്ന് രാവിലെ തോക്ക് കൊണ്ടുവരും. അതിന് കുറേ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കിട്ടുന്നുള്ളൊരു വിശ്വാസം കുറേ ആൾക്കാർക്ക് ഉണ്ട്. കാരണം അതിൽ വെളിച്ചെണ്ണ കൊണ്ടുവരാൻ, വെളിച്ചെണ്ണ തേക്കുക, അയിമന്ന് കിട്ടിയ വെളിച്ചെണ്ണ എടുത്തിങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. ഒരുപാട് പേര്, സാധാരണക്കാരായ ഒരുപാട് പേര് അതിന് ആ തോക്കെടുപ്പിൻ്റെ അന്ന് ഇവിടെ സജീവമായിട്ട് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. തോക്കെടുത്തിട്ട് തോക്കിപ്പോൾ ആ തോക്കെല്ലാം എടുക്കുക, അത് പ്രതീകമായിട്ട് ഇവിടെ വെക്കുക ചെയ്യുക. പിന്നെ പീരങ്കിയോടെ കദീന പൊട്ടിക്കുക ചെയ്യുക. 3 പൊട്ടിച്ചിട്ട് നീർച്ച തുടങ്ങുകയാണെന്ന്. അതോടുകൂടി പിന്നെ പിറ്റേന്ന് വള്ളുവ നാട്ടുകാരുടെ വരവ്, കുട്ടികളെ നീർച്ച എന്നതിന് പറയാം. ആ ഒരു വെട്ടിവരവ് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം പിന്നെ നേരം പുലരുവോളം 2 ദിവസം വമ്പം വരവുണ്ടാകുക. പിന്നെ അവസാന തട്ടാമ്പെട്ടി എന്ന് പറഞ്ഞ പേരിൽ ഒരു വരവ് വന്നതോടുകൂടി ചന്ദനെടുത്തിട്ട് നീർച്ച കലാശിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ അവസാനിക്കാറ്. ഇപ്പൊ ഇന്ന് കൊടിയേറ്റിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? കൊണ്ടോട്ടി നിറച്ച് ജനസാഗരം. അതേ കൊടി കയറ്റി. അതേ എന്താ വെച്ചാൽ അതിന്മേൽ 3 കൊടിയാണുള്ളത്. ഒരു വലിയ കൊടി, അതിൻ്റെ
താഴെയുള്ള കൊടി, അതിന് താഴെയുള്ള കൊടി, ചെറിയ കൊടി. അത് വലിയ കൊടിയിൽ 27 മുതൽ 35 വരെ കൈപ്പട ഉണ്ടാവും. അത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സൂക്തത്തിൻ്റെ ഒരു അർത്ഥം വെളിവാക്കുന്ന കൈപ്പടയാണ്. പിന്നെ അടുത്തത് ഫാത്തിഹ സൂറത്താണ്. അത് 7 മുതൽ 11 വരെ ഉണ്ടാവും. പിന്നെ അടുത്ത അവസാനത്തത് 5 കൈപ്പട ഉണ്ടാവും. അത് ഇസ്ലാം കാര്യങ്ങൾ, പിന്നെ പ്രവാചക പരമ്പരയുടെ അഹ്ലുൽ ബൈത്തിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നതാണ് 5 എണ്ണം. അങ്ങനെ കിട്ടും. ഇനി രാവിലെയാണ് അത് ശരിക്കും സുബൈസ്കാരത്തിൻ്റെ ശേഷം ആ കൊടി ഒന്ന് കയറിയിട്ട് റെഡിയാക്കും. അപ്പോൾ അവിടെ ഉയർത്തി വെച്ചിട്ടുള്ളൂ. ഏതായാലും മുസ്താഖ് ഷാ നാലാമൻ നമ്മളൊക്കെ റഹ്മാത്തങ്ങൾ എന്ന് വിളിക്കുന്ന അയാളാണ് സ്ഥാനീയനായിട്ട് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാവരും കൂടെ കൂടി കുടുംബക്കാരും പിന്നെ ട്രസ്റ്റൊക്കെ കൂടിയിട്ട് തിരഞ്ഞെടുത്താണ്. ഏതായാലും വലിയ സന്തോഷമായി. സാധാരണ ഈ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ മരിക്കുന്ന സമയത്താണ്, അന്ന് തന്നെ മയ്യത്ത് മറ ചെയ്യണതിന് മുന്നേ തന്നെ കുടുംബക്കാരെന്നതിൽ കൂടിയാണ്ട് സ്ഥാനീയനെ ബയ്യത്ത് ചെയ്യും. ഇവിടെ എന്തൊക്കെ ഒരു ചെറിയ പ്രയാസം ഉണ്ടായിട്ട് അങ്ങനെ നിന്ന് പോയതാണ്. അപ്പോൾ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് ഇപ്പോൾ പായസം ഇവിടെ റെഡിയാണ് അല്ലേ? പായസം അത് പിന്നെ ഞങ്ങൾ എല്ലാ കൊല്ലവും ഇനി ഈ മുതൽ 14 വർഷമായിട്ട് നടക്കാത്തൊരു കേസ്, നടക്കാത്ത നേർച്ച ഞങ്ങൾ 15ാമത്തെ വർഷത്തിൽ തുടങ്ങുകയാണ്. ഇന്ന് മുതൽ തുടങ്ങുകയാണ്. അപ്പം ഇനി എല്ലാ വർഷവും ഇതേ സമയത്ത് ഈ ഡേറ്റിന് തന്നെ എല്ലാ വർഷവും ഈ ഡേറ്റിന് കൊടി കയറും. അതെ, ഇത് പ്രതികരണ വേദി എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഓഫീസാണ് ഇപ്പോൾ ഇവിടെ. ഇതിൻ്റെ നേരെ മുമ്പിൽ ആ കുറേ മരിച്ച ആളുകളെ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ റൂം. അത് ഞങ്ങളെ ഓഫീസ്. അപ്പോൾ അതിൽ പിന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ഇനി അതിന് കൊണ്ടോട്ടി നേർച്ചയായിട്ട് ബന്ധപ്പെട്ട് പല പിന്നെ കലാപരിപാടികളും ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് ഉണ്ടാവും. എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പായസം? ഇത് പായസം ഉണ്ടാക്കിയത് പിന്നെ ഗോതമ്പ് പായസമാണ്. പായസം എന്ന് പറഞ്ഞാൽ കുലാവി എന്ന് പറയാ. കുലാവി മലബാറിലെ കുലാവി എന്നാണ് അതിന് പറയാ. അതുകൊണ്ട് ആ കുലാവിക്കാണ് ഇതിൽ ഇങ്ങനത്തെ നേർച്ച കാര്യങ്ങൾക്കൊക്കെ കുലാവി, അതേമാതിരി തേങ്ങാച്ചോറ് അങ്ങനത്തെ ഇതിനാണ് പ്രശസ്തി ഉള്ളത്. അതുകൊണ്ട് കുലാവി ആക്കാന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ അങ്ങനെ കുലാവി, നാസറാക്കാൻ്റെ ഒരു അഭിപ്രായം ഈ കുലാവി ആക്കാന്നുള്ളത്. അങ്ങനെ പിന്നെ അങ്ങനെ സംഭവം ഉഷാറായി. കൊണ്ടോട്ടി നേർച്ചന്റെ തുടക്കത്തിന്റെ ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ നിന്ന് മൊത്തം കാണിക്കുന്നത്. അടുത്ത വർഷം ഇതിലെ ഗംഭീരാക്കണം അല്ലേ? അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും ഗംഭീരമായിട്ട് ഈ കൊണ്ടോട്ടി നേർച്ച ഞങ്ങൾ കൊണ്ടാടും.